പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് ഓഫീസിലൊക്കെ പോയി വളരെ കാലത്തിന് ശേഷമാണ് ഇന്ന് ഓഫീസിൽ പോയത്. അപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് ഒരു സഹപ്രവർത്തകന് വളരെ കാലങ്ങൾക്ക് ശേഷം പുള്ളി ആ വരാന്തയിൽ അങ്ങനെ നിൽക്കുകയാണ്, ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, വിഷാദമഗ്നനായി നിൽക്കുകയാണ്. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചു, എന്താണ് കുറെ നാളായല്ലോ കണ്ടിട്ട്, എന്താ ഒരു ഫേസ്ബുക്കിലൊന്നും കാണുന്നില്ലല്ലോ. അപ്പൊ പുള്ളി നല്ലൊരു ബോഡി ബിൽഡറും ഒക്കെയാണ്, വെയിറ്റ് ലിഫ്റ്ററും ഒക്കെയാണ്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കോമ്പറ്റീഷന് പോകും, സ്റ്റേറ്റ് ലെവലൊക്കെ പ്രൈസ് അടിക്കും. അപ്പൊ അതിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ ഫേസ്ബുക്കിലൊക്കെ കാണും. അപ്പൊ ഒറ്റയ്ക്ക് നിൽക്കുക. അപ്പൊ ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറയാണ്, ഏഹ് മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒരുമിച്ച് അവർക്ക് അസുഖം വന്നു. മാതാവിൻ്റെ കാല് ആംബു ആംപ്യൂട്ടേറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അങ്ങനെ വലിയ ഒരു ബുദ്ധിമുട്ടിലൂടെ ആ സഹോദരൻ കടന്ന് പോവുകയാണ്. ഈ കാരണന്മാരാണെങ്കിൽ ഇവർക്ക് ഡയബറ്റീസ് ഒക്കെ ഉണ്ട്. ഇവർ പക്ഷേ ഡയറ്റൊന്നും നോക്കുകയൊന്നുമില്ല, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് കണ്ട ഒരു ശ്രദ്ധയില്ലാതെ അവർ പോയി അവസാനം കാല് മുറിച്ച് കളയേണ്ടി വരികയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും വലിയ വലിയ കുരിശുകൾ ചുമന്നുകൊണ്ടാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്. എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ട്. സന്തോഷിക്കാൻ വകയുണ്ട്, പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ആരും ഒരിക്കലും പ്രോബ്ലംസ് ഇല്ലാതെ ഒന്നും ഇരിക്കുകയൊന്നുമില്ല. അപ്പോൾ ഒരു സന്തോഷം ഉണ്ടാകും. ആ സന്തോഷം കഴിയുമ്പോൾ സങ്കടമുണ്ടാകും. നമുക്ക് ക്രിസ്തുവിനെ പ്രതി നമുക്ക് ആകെ ചെയ്യുവാനുള്ളത് മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഈ സഹോദരന് ഏഹ്, വളരെ ആശ്വാസം. സംസാരിച്ചില്ല, പുള്ളി പറയുന്നത് കേട്ട് നിന്നപ്പോൾ തന്നെ പുള്ളിക്ക് വലിയ ഏഹ്, ആശ്വാസം. ഒരു ക്രിസ്ത്യാനിയൊന്നും അല്ല. പക്ഷെ വേറെ ഒരു 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 സഹപ്രവർത്തകൻ ആ അയാളെ ഒരു മനുഷ്യനായി കണ്ട്, ആ ഒരു ഔപചാരികതകൾക്കപ്പുറം ഒരു മനുഷ്യനായി കണ്ട് എന്താണ് ദുഃഖിച്ചു നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉള്ള് തുറക്കുകയാണ്. അപ്പൊ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ ഒരുമിച്ച് കള്ളു കുടിച്ചിട്ടില്ല, ഒരു പരിപാടിയില്ല, സുഹൃത്തുക്കളും കൂടെയല്ല. കാണുമ്പോൾ സംസാരിക്കും. 2 സഹപ്രവർത്തകർ, 2 ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവർ. എല്ലാവരും ഇതുപോലെ കുരിശുകൾ വഹിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പൊ വേറൊരു സഹോദരൻ്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറയാണ്, ഇപ്പോൾ പുള്ളിയുടെ ഫാദർ ഇപ്പോൾ അടുത്ത കാലത്താണ് മരിച്ചത്. അമ്മ ആകെ സങ്കടത്തിലാണ്. സങ്കടം മാറുന്നില്ല. ഡിപ്രഷനിലോട്ട് പോകുന്നു. ഇയാൾക്കാണെങ്കിൽ അമ്മയുടെ കൂടെ പോയി താമസിക്കാൻ പറ്റുന്നില്ല. അമ്മ ആ വീട് വിട്ട് ഇയാളുടെ അടുത്തേക്ക് വരില്ല. അപ്പൊ ആ വീട്ടില് ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. ഇങ്ങനെ ഓരോരുത്തരും വലിയ വലിയ പ്രശ്നങ്ങളിലൂടെ പോകുമ്പോൾ ഒരു ക്രിസ്തു അനുയായിയായ നമുക്ക് ചെയ്യാവുന്നത് ആണ് ഇന്നത്തെ വചനഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. യാക്കോബ് 5 അധ്യായം 19 എൻ്റെ പ്രിയ സഹോദരരെ, ഓർമ്മിക്കുവിൻ, നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും
കോപിക്കുന്നതിൽ മന്ദഗതിക്കാരും ആയിരിക്കണം. മനുഷ്യന്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല. ആകയാൽ എല്ലാ അശുദ്ധിയും വർജിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവം സ്വീകരിക്കുവിൻ. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ. അപ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, കരുണയുള്ളവരായിരിക്കുക. നമ്മുടെ അബ്ബാ പിതാവ് നമ്മോട് കരുണ കാണിക്കുന്നത് പോലെ നമ്മൾക്കും മറ്റുള്ളവരോട് കരുണ കാണിക്കാം. അപ്പോൾ നമ്മൾ കൂടുതൽ മറ്റുള്ളവരുമായി സംസാരിക്കുന്നതിന് പകരം നമുക്ക് ക്രിസ്തുവിനെ പ്രതി മറ്റുള്ളവർ പറയുന്നത് എന്താണെന്ന് ഏഹ്, കൂടുതൽ സിൻസിയറിറ്റിയോടു കൂടി നമുക്ക് മറ്റുള്ളവരെ കേൾക്കാം, അവരുടെ വിശേഷങ്ങൾ കേൾക്കാം, അവരുടെ സങ്കടങ്ങൾ കേൾക്കാം. പലപ്പോഴും നമുക്കൊന്നും മറുപടി പറയാൻ ഉണ്ടാവുകയില്ല. എന്നിരുന്നാലും കേൾക്കാൻ വേറൊരു മനുഷ്യൻ ഉണ്ട് എന്നുള്ളത് അവർക്ക് വലിയ സന്തോഷം നൽകും. അപ്പോൾ അനുകമ്പയോടെ മറ്റുള്ളവർ പറയുന്നത് എന്താണെന്ന് ക്ഷമയോടുകൂടെ കേൾക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരും ആയിരിക്കണം. ഇത് മാത്രം ഇന്നത്തെ മനുഷ്യർ പാലിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ലോകത്തിൽ വളരെയധികം ശാന്തിയും സമാധാനവും ഉണ്ടാകും. എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, കേൾക്കാൻ ആളെ കിട്ടാത്ത സ്ഥിതിയാണ്. അപ്പൊ അവിടെ ആണ് ക്രിസ്തു പറയുന്നത്, മറ്റുള്ളവരെ അനുകമ്പയോടെ ശ്രവിക്കുക. ഇപ്പൊ മോഡേൺ മാനേജ്മെന്റിലൊക്കെ നമ്മൾ പറയും ആക്റ്റീവ് ലിസണിങ്. എനിക്ക് അതിനോടും വലിയ മതിപ്പില്ല. കാരണം ഇതൊക്കെ ടെക്നിക്കുകളാണ്. എനിക്ക് മറ്റേ വ്യക്തിയോട് ബഹുമാനവും അനുകമ്പയും ഇല്ലെങ്കിൽ ഞാനൊക്കെ അവർ പറയുന്നത് കേൾക്കുന്നു എന്ന് നടിക്കുകയേ ഉള്ളൂ, അല്ലേ? നമ്മൾ ശരിക്കും കേൾക്കുകയൊന്നുമില്ല. അനുകമ്പയാണ് അവിടെ. അനുകമ്പയും കരുണയുമാണ് ക്രിസ്തു അനുയായികൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. ഈ കൃപയ്ക്കായി സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതിനുള്ള എളിമയും എപ്പോഴും ക്രിസ്തു നമ്മളോട് കരുണ കാണിച്ച ആ ഓർമ്മ വെച്ച് അതേ കരുണ നമുക്ക് മറ്റുള്ളവർക്കും പകർന്ന് കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.